നിങ്ങൾക്കറിയാമോ, ഭൂമിയിലെ ചെറിയ ജീവജാലങ്ങളിൽ ഒന്നായ കുമിൾ അല്ലെങ്കിൽ പൂപ്പൽ, ഫംഗസ് എന്ന് പറയുന്ന ജീവകം, ഓർഗാനിസം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ശരിക്കും പറഞ്ഞാൽ വംശനാശത്തിന്റെ ഭീഷണിയിലാണ്. ഭൂമിയിൽ ജീവന്റെ ഉൽപ്പത്തിയും വികാസവും പരിണാമവും പഠിക്കുമ്പോൾ വംശനാശം എന്നത് ഒരു പുത്തരിയല്ല എന്ന് കാണാം. മനുഷ്യൻ ഉണ്ടാവുന്നതിനും ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന പല ജീവജാലങ്ങളും വംശനാശ ഭീഷണി നേരിട്ടവരാണ്. അതിൽ പ്രമുഖരായ ഒരു കൂട്ടരാണ് ദിനോസറുകൾ. ഭൂമിയിൽ വംശനാശം നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഒരുപക്ഷെ പ്രകൃതിയാ ഉണ്ടാകുന്ന ദുരന്തങ്ങളാവാം, അതല്ലെങ്കിൽ മനുഷ്യന്റെ ആവിർഭാവത്തിന് ശേഷം മനുഷ്യന്റെ ഇടപെടൽ മൂലം, പ്രകൃതിയിലുള്ള മനുഷ്യന്റെ ഇടപെടൽ മൂലവും ധാരാളം ജീവികൾ വംശനാശം നേരിട്ടിട്ടുണ്ട്. ജിയോളജിക്കൽ ടൈം സ്കെയിൽ പഠിക്കുമ്പോൾ ഭൂമിയിൽ ഇന്നോളം 5 പ്രമുഖ കൂട്ട വംശനാശം, മാസ് എക്സ്റ്റിങ്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി നടക്കാൻ പോകുന്നത് 6ാമത്തെ വംശനാശമാണ്. ഒരുപക്ഷെ അത് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. മനുഷ്യന്റെ ഇടപെടൽ മൂലമാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ അതിന് ആന്ത്രോപോസീൻ എന്നാണ് ശാസ്ത്രലോകം പേരിട്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന പൂപ്പൽ വംശത്തിന്റെ അല്ലെങ്കിൽ കുമിൾ വർഗത്തിന്റെ ഫംഗസിന്റെ വംശനാശവും നമുക്ക് ഈ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. ഫംഗസുകളുടെ വംശനാശം ഇത്രമാത്രം വലിയ ഭീഷണിയാണോ? പ്രകൃതിയിൽ എന്താണ് ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്? ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN റിപ്പോർട്ട് പ്രകാരം ഈസ്റ്റുകളും പൂപ്പലുകളും ഫംഗസുകളും ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. IUCN റിപ്പോർട്ട് പ്രകാരം പ്രകൃതിയുടെ എക്കോളജിയുടെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടരാണ് ഫംഗസുകൾ. പ്രകൃതിയുടെ സന്തുലനത്തിൽ പ്രധാനികളാണെങ്കിലും അവഗണിക്കപ്പെട്ടു കിടക്കുന്ന ഒരു കൂട്ടരാണ് ഫംഗസുകളും ഈസ്റ്റുകളും കുമിൾ വർഗ്ഗങ്ങളും. ഫംഗസുകൾ സസ്യങ്ങളോ ജന്തുക്കളോ അല്ല. ടാക്സോണമിയിൽ, അതായത് ജീവകങ്ങളുടെ വർഗീകരണ ശാസ്ത്രത്തിൽ ഫംഗസുകൾക്ക് അവരുടേതായ ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. കിങ്ഡം ഫംഗൈ. ഈസ്റ്റ്, പൂപ്പൽ, കൂണുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് കിങ്ഡം ഫംഗൈ. ഏതാണ്ട് 1 ബില്യൺ വർഷം മുമ്പാണ് ഭൂമിയിൽ ഫംഗസുകൾ ഉടലെടുത്തത്. എന്നാൽ 460 മില്യൺ വർഷം മുമ്പ് മാത്രമാണ് കരയിൽ ആദ്യത്തെ ഒരു ഫംഗസ് കോളനി ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ഭൂമിയിൽ ആദ്യത്തെ സസ്യം ഉടലെടുക്കുന്ന ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെ. അപ്പൊ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും കൂടെ ഫംഗസുകൾ കൂടി ചേർന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന വിധം പ്രകൃതി രൂപപ്പെട്ടു വന്നത്. യഥാർത്ഥത്തിൽ ഭൂമിയിൽ സസ്യങ്ങളുടെ കോളനി ഉണ്ടാവാൻ സഹായകമായതും ഫംഗസുകളാണ്. മൈക്കോറൈസൽ ഫംഗൈ എന്ന പൂപ്പലുമായി സസ്യങ്ങൾക്കുണ്ടായിരുന്ന സിംബയോട്ടിക് ബന്ധം, പരസ്പര പൂരകങ്ങളായ ബന്ധമാണ് ഇതിന് കാരണമായത്. അതിന്റെ അർത്ഥം ഫംഗസ് അല്ലെങ്കിൽ പൂപ്പൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഭൂമിയിൽ വനങ്ങൾ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന മേഖല ഉണ്ടാകുമായിരുന്നില്ല. പ്രകൃതിയിൽ ജൈവ ഘടകങ്ങൾ റീസൈക്കിൾ ചെയ്യുന്ന പ്രവർത്തകരാണ്, റീസൈക്ലേഴ്സ് ആണ് ഫംഗസുകൾ. ജൈവ മാലിന്യത്തെ വിഘടിപ്പിക്കുക, അതുവഴി ന്യൂട്രിയന്റുകൾ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ എത്തുക, അതുവഴി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നെല്ലാം ചെയ്യുന്നത് ഫംഗസുകളാണ്. ഫംഗസുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ജീർണിക്കുക എന്ന പ്രോസസ്സ്, ഡീകമ്പോസിഷൻ എന്ന പ്രോസസ്സ് നടക്കുകയില്ല. അതുവഴി ജൈവ വസ്തുക്കൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മാത്രം കുന്നുകൂടുകയും അക്യുമുലേറ്റ് ചെയ്യുകയും അത് ഭൂമിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുമായിരുന്നു. ഫംഗസുകൾ പ്രകൃതിയിൽ പ്രവർത്തിക്കുന്ന ജോലിയാണ് ഈ പറഞ്ഞതെങ്കിൽ മനുഷ്യർക്ക് ഈ കൂട്ടരുമായി നേരിട്ട് ഒരു ബന്ധമുണ്ട്. പ്രകൃതിയുടെ സന്തുലനം നിലനിർത്തുക എന്നത് മാത്രമല്ല മനുഷ്യന് ഫംഗസുമായുള്ള ബന്ധം. മനുഷ്യ സംസ്കാരത്തിന് പൂപ്പലുമായി അല്ലെങ്കിൽ ഫംഗസുമായി വളരെ അടുത്ത അഭേദ്യമായ ഒരു ബന്ധം തന്നെയുണ്ട്. മനുഷ്യന്റെ ഭക്ഷണ സംസ്കാരത്തിന് പൂപ്പലുമായി ആയിരക്കണക്കിന് വർഷത്തെ ബന്ധമുണ്ട്. ഭക്ഷണം പുളിപ്പിക്കുക, ബേക്ക് ചെയ്യുക, വീഞ്ഞുണ്ടാക്കുക എന്നീ ഭക്ഷ്യ മേഖലകളിലെല്ലാം മനുഷ്യന് പൂപ്പലിന്റെ അല്ലെങ്കിൽ ഈസ്റ്റിന്റെ സഹായം കൂടിയേ തീരും. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടെത്തിയ പെൻസിലിനാണ് ലോകത്തിൽ ആദ്യത്തെ ആന്റിബയോട്ടിക്. ഇത് അദ്ദേഹം കണ്ടെത്തിയതാവട്ടെ പെൻസിലിയം എന്ന പൂപ്പലിൽ നിന്നാണ്. ഇന്നും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ആന്റിബയോട്ടിക്കുകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമാണ് ഉള്ളത്. കോഡിസെപ്സ്, ഗാനോഡേമ എന്നിവ രണ്ടും വിവിധ അസുഖങ്ങൾക്കായി ഉപയോഗിക്കുന്ന 2 പൂപ്പൽ വർഗ്ഗങ്ങളാണ്. ഭക്ഷണ സംസ്കരണം മുതൽ ആധുനിക വൈദ്യശാസ്ത്രം വരെ പല മേഖലകളിലും ഫംഗസുകളുടെ അല്ലെങ്കിൽ പൂപ്പലുകളുടെ ആവശ്യവും സഹായവും ഒഴിച്ചുകൂടാനാവാത്തതാണെങ്കിലും ഇന്നും ഫംഗസുകൾക്ക് അല്ലെങ്കിൽ പൂപ്പലുകൾക്ക് വേണ്ടത്ര വില നമ്മൾ കൊടുത്തിട്ടില്ല, അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി പഠന വിഷയമായിട്ടുമില്ല എന്നാണ് സത്യം. ഫംഗസുകൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാശത്തിന് കാരണം എന്താണ്? IUCN പൂപ്പലുകളുടെ നാശത്തിന് കാരണമായ പലവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനം, പൊല്യൂഷൻ, ആവാസ വ്യവസ്ഥയുടെ ലഭ്യതക്കുറവ് അല്ലെങ്കിൽ ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. പ്രകൃതിയിലെ മാറ്റം വളരെ വേഗം ബാധിക്കുന്നവരാണ് ഫംഗസുകൾ. അഥവാ പ്രകൃതിയിലെ മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് പ്രതിഫലിപ്പിക്കുന്ന കൂട്ടരാണ് ഫംഗസുകൾ. ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യന്റെ ഇടപെടലായ കാർഷിക വൃത്തി, അർബനൈസേഷൻ എന്നിവയെല്ലാം ഫംഗസുകളെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതെയാക്കും. ഒരുപക്ഷെ അവയെക്കുറിച്ച് പഠിക്കാനുള്ള സാവകാശം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശത്ത് നിന്നും അവർ അപ്രത്യക്ഷമായിട്ടുണ്ടാവും. ഇതിലെല്ലാം ഉപരി പ്രകൃതി സംരക്ഷണം അഥവാ കൺസർവേഷൻ എന്ന ഒരു പ്രവർത്തന മേഖലയിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു കൂട്ടരാണ് ഫംഗസുകൾ.
നമുക്കറിയാം പലതരം സസ്യങ്ങളെയും ജന്തുക്കളെയും എല്ലാം നമ്മൾ സംരക്ഷിക്കാറുണ്ട്. അതിനായി പ്രത്യേക മേഖലകൾ വേർതിരിക്കാറുമുണ്ട്. എന്നാൽ ഇത്തരം ഒരു സംരക്ഷണത്തിന്റെ പരിധിയിൽ പലപ്പോഴും ഫംഗസുകൾ അല്ലെങ്കിൽ പൂപ്പലുകൾ പെടാറില്ല എന്നുള്ളതാണ് സത്യം. ചില മേഖലയിൽ ഉണ്ട് എങ്കിലും പൂപ്പലിന് പ്രകൃതിയിലുള്ള പ്രാധാന്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് തീർത്തും വളരെ കുറഞ്ഞ ഒരു അളവ് മാത്രമേ ഉള്ളൂ എന്ന് നിസ്സംശയം പറയാം. ഇന്ന് നമുക്കറിയാവുന്ന പൂപ്പൽ സ്പീഷീസുകൾ ഭൂമിയിൽ ആകെയുള്ള പൂപ്പൽ സ്പീഷീസിന്റെ 10% മാത്രമേ വരൂ എന്നാണ് ഗവേഷകർ പറയുന്നത്. എന്ന് വെച്ചാൽ 90% ഫംഗൽ സ്പീഷീസിനെയും അല്ലെങ്കിൽ പൂപ്പൽ സ്പീഷീസിനെയും നമുക്ക് ഇന്നും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നാണ്. അതിന്റെ അർത്ഥം ആധുനിക വൈദ്യശാസ്ത്രത്തിലും കാലാവസ്ഥാ വ്യതിയാനത്തിലും ഭക്ഷണ സംസ്കരണത്തിലുമെല്ലാം ഇനിയും ഉപയോഗിക്കാൻ സാധ്യതയുള്ള പലതരം ഫംഗസുകളാണ് നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ പൂപ്പൽ ഇല്ലാതെയാകുന്നു, നശിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കൂണുകൾ ഇല്ലാതെയാകുന്നു എന്നല്ല. അതിന് അതിഭീകരമായ വളരെ വലിയ മാനങ്ങളുണ്ട്. പ്രകൃതിയുടെ നാശത്തിന് തന്നെ അത് കാരണമായേക്കാം. മൈക്കോറൈസൽ ഫംഗസ് ഇല്ലാതെയായാൽ മണ്ണിൽ നിന്ന് പോഷണവും വെള്ളവും ആഗിരണം ചെയ്യാൻ സാധിക്കാതെ സസ്യങ്ങൾ നശിക്കും. ഇത് കാർഷിക വൃത്തിയെയും മനുഷ്യന്റെ ഭക്ഷ്യസുരക്ഷയെയും പ്രതികൂലമായി ബാധിക്കും. ഈസ്റ്റുകൾ ഇല്ലാതെയായാൽ ഫെർമെന്റേഷൻ എന്ന പ്രക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന എല്ലാ മേഖലകളും തകരും. ഗുണകാരികളായ ഫംഗസുകൾ ഇല്ലാതെയാവുന്നത് ഒരുപക്ഷെ ദോഷകരമായ ഫംഗസുകളുടെ വംശം വർദ്ധിക്കാൻ ഇടയാക്കിയേക്കാം. അങ്ങനെ വംശവർദ്ധന ഉണ്ടാകുന്നത് പതോജനിക്കായ ഫംഗസുകളാണെങ്കിൽ പലതരം അസുഖങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടേക്കാം. ഫംഗസുകൾ ഇല്ലാതെയായാൽ അത് പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന ആഘാതം നമുക്ക് ചിന്തിക്കാൻ പോലും ആവാത്തതാണ്. സസ്യങ്ങളെയോ അല്ലെങ്കിൽ മനുഷ്യരെയോ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാവുകയില്ല. നേരെ മറിച്ച് അതിന്റെ ഷോക്ക് വേവ്, ആഘാതം പ്രകൃതിയിലെ ജീവന്റെ ചങ്ങലയെ തന്നെ ബാധിക്കാനിടയുള്ളതാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം. ഈ ശൃംഖലയാണ് തകർക്കപ്പെടാൻ പോകുന്നത്. വെള്ളവും പോഷണവും ആഗിരണം ചെയ്യാൻ പല സസ്യങ്ങളും മൈക്കോറൈസൽ ഫംഗസിനെ ആശ്രയിക്കുന്നതായി നേരത്തെ പറഞ്ഞല്ലോ. ഇത്തരം ഫംഗസുകൾ ഇല്ലാതെയായാൽ സസ്യങ്ങളുടെ വളർച്ചയെ ഇത് ബാധിക്കും. അതോടുകൂടി പ്രകൃതിയിലെ സസ്യ വളർച്ച ഇല്ലാതെയാവുകയും ചെയ്യും. ഒരു ആഹാര ശൃംഖലയുടെ ഫുഡ് ചെയിനിന്റെ ഏറ്റവും താഴത്തെ തട്ടിലുള്ളവരാണ് സസ്യങ്ങൾ. സസ്യങ്ങളിൽ തുടങ്ങിയാണ് പല ജീവികളിലൂടെ മനുഷ്യൻ വരെ ഊർജം കൈമാറ്റം ചെയ്യുന്നത്. ഇതിനെയാണ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത്. സസ്യങ്ങൾ കുറയുകയോ അല്ലെങ്കിൽ ഇല്ലാതെയാകുന്നതോ ചെയ്യുന്നതോടുകൂടി അത് തൊട്ടടുത്ത മേഖലയെ പ്രതികൂലമായി ബാധിക്കും. സസ്യങ്ങൾ തിന്ന് ജീവിക്കുന്ന ജീവികളുടെ നിലനിൽപ്പ് ഇതോടെ അവതാളത്തിലാവും. ഇവയെ തിന്ന് ജീവിക്കുന്ന മാംസപുക്കുകളാണ് അടുത്ത ലെവലുകൾ. മാംസപുക്കുകൾക്കും വേണ്ടത്ര ഭക്ഷണം കിട്ടാതെയാവും. ഒരു ഭക്ഷ്യശൃംഖലയിലെ ഏത് ജീവികൾ ചത്താലും അവയുടെ ജഡം അഴുകി ന്യൂട്രിയന്റുകൾ, പോഷണങ്ങൾ തിരികെ മണ്ണിലേക്ക് ആഗിരണം ചെയ്യേണ്ടതുണ്ട്. ഇതിന് സഹായിക്കുന്നതും ഫംഗസുകളാണ്. എന്നാൽ ഫംഗസുകൾ ഇല്ലാതാകുന്നതോടുകൂടി ഈ പ്രവർത്തനം നടക്കാതെയാവും. അതിന്റെ അർത്ഥം ഭൂമിയിൽ, മണ്ണിൽ ആവശ്യത്തിന് പോഷണങ്ങൾ ലഭ്യമാകാതെ വരും. ഇതാണ് നേരത്തെ പറഞ്ഞ ഷോക്ക് വേവ്. പൂപ്പലുകൾ ഇല്ലാതെയാകുമ്പോൾ അത് മനുഷ്യനെയോ അല്ലെങ്കിൽ സസ്യങ്ങളെയോ മാത്രം ബാധിക്കുന്നതല്ല, ആ ഭക്ഷ്യശൃംഖലയെയോ ആ പരിസ്ഥിതിയെ തന്നെ തകിടം മറിച്ചേക്കാം. ഈ കാരണത്താൽ തന്നെ ഫംഗസുകളുടെ വംശനാശം എന്ന് പറയുന്നത് ഭൂമിയിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് കാണേണ്ട അല്ലെങ്കിൽ ഒരു തദ്ദേശീയമായിട്ട് കാണേണ്ട ഒരു സംഗതിയല്ല. ഫംഗസിനെ അല്ലെങ്കിൽ പൂപ്പലിനെ സംരക്ഷിക്കാൻ കൃത്യമായ കൺസർവേഷൻ സ്ട്രാറ്റജി, പദ്ധതികൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്ന് ശാസ്ത്രജ്ഞർ ഒരേ സ്വരത്തിൽ പറയുന്നു. ഇതിനായി ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കണം, അതായത് ഹാബിറ്ററ്റ് പ്രൊട്ടക്ഷൻ നടത്തണം. കൂടുതൽ ഗവേഷണങ്ങൾ ഈ മേഖലയിൽ നടക്കണം. ആഗോളതലത്തിൽ ബയോഡൈവേഴ്സിറ്റി പോളിസികൾ ഉണ്ടാക്കണം. മലിനീകരണ നിയന്ത്രണം കൊണ്ടുവരണം. സുസ്ഥിരമായ ഒരു കാർഷിക സംസ്കാരം ഉണ്ടാവണം. ഇതിനെല്ലാം ഉപരി സാധാരണ ജനങ്ങളിലേക്ക് പൂപ്പലുകൾ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയും അതിന്റെ പ്രാധാന്യവും എത്തിക്കണം. എന്നിവയെല്ലാം ശാസ്ത്രജ്ഞർ മുന്നോട്ട് വയ്ക്കുന്ന ചില വഴികളാണ്. കോടാനുകോടി വർഷങ്ങളായി ഭൂമിയിലെ ജന്തുജാലങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് ഫംഗസുകൾ. ഇന്നിപ്പോൾ നാം തിരിച്ച് അവരെ സഹായിക്കേണ്ട ഒരു സമയം സംജാതമായിരിക്കുകയാണ്. ഈ സൂക്ഷ്മജീവികളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിശബ്ദമായി നടക്കുന്ന ഇവയുടെ വംശനാശ ഭീഷണി തടയാൻ നമുക്കായാൽ ഇന്ന് അറിയാവുന്ന ഭൂമിയെ ഇതേപോലെ തന്നെ കുറെ കാലം കൂടി കണ്ടുകൊണ്ടിരിക്കാൻ സാധിച്ചേക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.